കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിലിരിക്കുന്ന വേസ്റ്റുകൾ നമ്മൾ നമുക്കിതിന് വിഷമം തോന്നും. അപകടങ്ങൾ വിലയ്ക്ക് വാങ്ങുകയാണെന്നുള്ളതാണ് ഞാൻ അവരോട് പറയുന്നത്. പിന്നെ ഈ വെളിയിൽ കിടക്കുന്ന ജനലിൻ്റെ പുറത്ത് വിറവൊക്കെ ഹൈറ്റിൽ അടുക്കി വയ്ക്കുമ്പോൾ പാമ്പ് സാധാരണഗതിയിൽ വിറവിൽ കൂടെ വിറവിൻ്റെ ഇടയിൽ എലി വരും. എലിയെ പിടിക്കാണ്ട് വിറവിൻ്റെ മുകളിൽ കയറുമ്പോൾ എലി ആ ജനൽ അഴുക്കുകയാണെങ്കിൽ ജനലിനകത്തോട് ചാടി അകത്തേക്ക് കയറും. അപ്പോൾ അതിൻ്റെ പുറകെ പാമ്പ് ആ കട്ടിലേക്ക് ഇറങ്ങുകയും ചിലപ്പോൾ ആളനക്കം കിട്ടുമ്പോൾ അത് തലങ്ങളുടെ അടിയിലോ മറ്റേ അടിയിലൊക്കെ പാത്തിരിക്കാനും ആൾ ചരിഞ്ഞോ മറിഞ്ഞോ കിടക്കുമ്പോൾ അതിന് വേദന എടുക്കുമ്പോൾ അത് പെട്ടെന്ന് കടിക്കാനും സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ കുറേ ഇപ്പോൾ നമ്മൾ കണ്ട കുറേ ഈ കുട്ടി മരണപ്പെട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വാർത്തകൾ പറയുന്നുണ്ട്. വീട്ടിൻ്റെ പരിസരം വള്ളിപ്പടർപ്പ് ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് ഉറപ്പായിട്ട് പറയുന്നുണ്ട്. ഈ വള്ളിപ്പടർപ്പിൽ കൂടി ഒരിക്കലും മൂർഖനോ അണലിയോ അല്ല മൂർഖനോ ചേറിയ പെരുമ്പാമ്പ് അങ്ങനെ രാജവമ്പലുള്ള പാമ്പുകളല്ലാതെ ഒരു ശംഖുവരയൻ പാമ്പ് പോലും ഇന്ന് വരെ ഒരു വള്ളിപ്പടപ്പിലും കയറിയിട്ട് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഒരു 350-400 ശംഖുവരയൻ പാമ്പിനെ പിടിച്ചിട്ടുള്ള ആളാണ്. രാത്രി മാത്രം സഞ്ചരിക്കുന്ന ഒരാളാണ്, പകലവധം സഞ്ചാരിയല്ല. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ പരിസരത്ത് എന്താ പറയുക ചപ്പുചോറിലൊക്കെ കൂട്ടി വെക്കുമ്പോൾ, അതുപോലെ തന്നെ ഡോറിൻ്റെ അടിയിൽ ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ വീട്ടിനകത്തുനിന്ന് വേസ്റ്റ് വെള്ളം പോകാനായിട്ട്, അപ്പോൾ ബാത്റൂമിൽ കൂടെ വേസ്റ്റ് വെള്ളം പോകാനുള്ള സ്ഥലത്ത് പല സ്ഥലത്തും സിൽറ്റ് പൊട്ടിയിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അടുക്കളയിൽ നിന്ന് വേസ്റ്റ് വെള്ളം പോകുന്ന സിങ്കിൽ കൂടെ പോകുന്ന സ്ഥലത്ത് അതിൻ്റെ അടപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇതുവഴിയൊക്കെ പാമ്പുകൾ നമ്മുടെ വീടിനകത്ത് കയറി വരാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ എന്താ പറയുക പേയാടിനടുത്ത് ദർശൻ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ബെഡ്റൂമിനകത്ത് പാമ്പിനെ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞു മൂർഖന്മാരെ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വരാനായിട്ട് ഒരു വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സംശയമുണ്ട് ആരെങ്കിലും കൊണ്ടിട്ടതാണോ എന്ന് എന്നൊരു സംശയം തോന്നി. അങ്ങനെ ഞാൻ ആ വീട് സന്ദർശിക്കുകയും ആ വീട്ടിനകത്ത് പാമ്പ് വരുന്ന ഉറവിടം, അതായത് ആ വീട്ടിനകത്ത് ബാത്റൂമിനകത്ത് ഒരു വാഷ് ബേസ് ഉണ്ടായിരുന്നു. ബാത്റൂമിനകത്ത് ഈ വാഷ് ബേസിന് വെളിയിലത്തെ പൈപ്പിൽ കൂടി വാഷ് ബേസിൻ്റെ വെള്ളത്തിൽ കൂടെ വന്നിട്ട് വാഷ് ബേസിൻ്റെ അകത്ത് പുറത്തിറങ്ങാൻ പറ്റാത്തതിന് വാഷ് ബേസിൻ്റെ ടാപ്പിൻ്റെ അടിയിലുള്ള ഹോളിൽ കൂടെ ഇങ്ങനെ അകത്തേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പാമ്പുകൾ വരാൻ സാധ്യത കൂടുതലാണ്.